ചെറിയ സദസ്സുകളുള്ള ടൗൺ ഹാൾ മീറ്റിംഗുകളിൽ ഉത്തരേന്ത്യയിലെ വലിയ നേതാക്കൾ സാധാരണ പങ്കെടുക്കാറില്ല. കൂറ്റൻ റാലികൾ അല്ലെങ്കിൽ അടച്ചിട്ട മുറികൾ എന്നതാണ് അവരുടെ രീതി. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. കൊച്ചു കൊച്ചു ടൗൺ ഹാൾ മീറ്റിംഗുകളിൽ രാഹുലിനെ കാണാം. അവിടെ പങ്കെടുക്കുന്നവരോട് വളരെ സ്വതന്ത്രമായി സംസാരിക്കുന്നതും കാണാം. അങ്ങനെ ഒരു മീറ്റിംഗിൽ ഒരാൾ രാഹുലിനോട് എന്തോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വനവാസി എന്ന വാക്ക് കടന്നു വന്നു. ആ വാക്ക് പറയരുത്, രാഹുൽ അയാളോട് പറഞ്ഞു. വാക്കുകളുടെ രാഷ്ട്രീയത്തെ നിരന്തരം ഇവിടെ എഴുതുന്ന ഞാൻ അന്ന് ആദ്യമായാണ് വലിയൊരു നേതാവ് വാക്കുകളുടെ രാഷ്ട്രീയം സംസാരിക്കുന്നത് കാണുന്നത്. പപ്പു എന്ന പരിഹാസ പേരിൽ നിരന്തരം അധിക്ഷേപിക്കപ്പെടുന്ന രാഹുൽ ഭൗതികമായി അല്ലെങ്കിൽ താത്വികമായി എത്ര ഉയർന്ന നിലവാരത്തിലാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കുന്നത് അന്നാണ്. ആദിവാസി എന്ന് തന്നെ പറയണം. അവരാണ് ഈ ഭൂമിയിലെ ആദിമ നിവാസികൾ, ആദ്യത്തെ അവകാശികൾ. വനവാസികൾ എന്നാൽ വനത്തിൽ താമസിക്കുന്നവർ എന്നേ അർത്ഥമുള്ളൂ. രാഹുൽ തുടർന്നു. RSS ആണ് വനവാസികൾ എന്ന പേര് പ്രചരിപ്പിക്കുന്നത്. ആദിവാസികളെ ആദ്യം വനവാസികളാക്കി, പിന്നീട് അവരുടെ ഭൂമിയും ജലവും വനവും അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ പേരുമാറ്റം. ആ സംഭാഷണം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് രാഹുൽ ആവർത്തിച്ചു, അവർ വനവാസികളല്ല, ഈ ഭൂമിയുടെ ആദ്യത്തെ അവകാശികളാണ് ആദിവാസികൾ. സമാനമായ വാദം അദ്ദേഹം പിന്നീട് പല തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ആവർത്തിച്ചു. आदिवासी में और वनवासी में क्या बड़ा फर्क है? आदिवासी का मतलब वो व्यक्ति जो इस जमीन का सबसे पहला मालिक था. ये लोग आपको बताते नहीं हैं, मगर ऐसा समय था जब इस देश में, पूरे देश में आदिवासी लोग रहते थे. आप देश के पहले मालिक हो. രാഹുലിന്റെ ഈ പരാമർശത്തെ പറ്റി ഒരു ഗോഡി അവതാരക അമിത്ഷായോട് ചോദിച്ചു. ഒരാളും രാഹുലിനെ കാര്യമായി എടുക്കില്ല. അമിത്ഷാ പറഞ്ഞു, കുട്ടികളുടെ ബുദ്ധിയാണ് അയാൾക്ക്. രാഹുൽ ആദ്യമായി നടത്തുകയും വിജയിപ്പിക്കുകയും ചെയ്ത സമരം മിക്ക വായനക്കാർക്കും ഓർമ്മയുണ്ടാകില്ല. 2014 മോദി അധികാരത്തിൽ വന്നയുടനെ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരെയായിരുന്നു അത്. ആദിവാസികളെ കുടിയൊഴിപ്പിക്കാൻ അദാനിക്ക് അവസരമൊരുക്കാൻ കൊണ്ടുവന്ന ആ ബില്ല് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നടത്തിയ സമരത്തെ തുടർന്നാണ് പിൻവലിച്ചത്. മറ്റാർക്കും അതിന്റെ ക്രെഡിറ്റ് എടുക്കാനാവില്ല. ആ സമരകാലത്താണ് പ്രശസ്തമായ സൂട്ട് ബൂട്ട് കി സർക്കാർ പ്രയോഗം രാഹുൽ ഗാന്ധി നടക്കുന്നത്. आपकी सरकार बड़े लोगों की सरकार है, सूट बूट की सरकार है. അക്കാലത്ത് രാഹുൽ നടത്തിയ വെല്ലുവിളിയെ തുടർന്നാണ് തൊഴിലുറപ്പ് പദ്ധതി പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്ന് മോഡി പിന്മാറുന്നത്. രാഹുലിനെ ആരും കാര്യമായി എടുക്കുന്നില്ല എന്ന് അമിത്ഷാ പറയുമെങ്കിലും മോദി എന്നും രാഹുലിനെ കാര്യമായി എടുത്തിരുന്നു. ഉത്തരേന്ത്യയിലെ പൊതുരാഷ്ട്രീയ സംഭാഷണങ്ങൾ കുറെ കാലമായി RSS ആണ് നിയന്ത്രിക്കുന്നത്. വാക്കുകളും ആശയങ്ങളും അജണ്ടകളും അവർ നിശ്ചയിക്കും. മറ്റുള്ളവർ ഒന്നുകിൽ അതൊക്കെ അംഗീകരിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. RSS ആശയങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളിൽ പോലും വംശനാശം വന്ന കാലമാണ്. BJP വിരുദ്ധ പക്ഷത്തിരുന്ന് RSS ആശയങ്ങളെ അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാളൊക്കെ മധ്യവർഗ ഹീറോ ആകുന്ന കാലത്താണ് രാഹുൽ എതിർവഴിയിൽ സഞ്ചരിക്കുന്നത്. जब से मैं पैदा हुआ हूं 1970 जून 19, तब से मैं सिस्टम के अंदर बैठा था. मैं सिस्टम को अंदर से समझता हूं. मुझसे आप सिस्टम नहीं छुपा सकते. कैसे चलता है, किसको फेवर करता है, किस प्रकार से फेवर करता है, किसकी रक्षा करता है, किसको अटैक करता है, ये सब मुझे मालूम है, दिखता है, क्योंकि मैं उसके अंदर से आया हूं. ജനിച്ച അന്ന് മുതൽ ഞാൻ സിസ്റ്റത്തിന്റെ അകത്താണിരിക്കുന്നത്. സിസ്റ്റം എനിക്ക് അകത്ത് നിന്ന് മനസ്സിലാകും. മറ്റൊരു ടൗൺ ഹാൾ മീറ്റിംഗിൽ രാഹുൽ പറഞ്ഞ സിസ്റ്റം എങ്ങനെ നടക്കുന്നു, ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു, ആരെ പിന്തുണയ്ക്കുന്നു, ആരെ രക്ഷിക്കുന്നു, ആരെ ആക്രമിക്കുന്നു, ഇതൊക്കെ സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് മനസ്സിലായ ആളാണ് ഞാൻ. രാഹുൽ തുടർന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, സിസ്റ്റം പ്രവർത്തിക്കുന്നത് താഴ്ന്ന ജാതികൾക്കെതിരെയാണ്, ഭയങ്കരമായി, എല്ലാ മേഖലയിലും. നിങ്ങൾ ഉദ്യോഗസ്ഥരെ നോക്കൂ, വ്യവസായികളെ നോക്കൂ, മീഡിയ നോക്കൂ, ജുഡീഷ്യറി നോക്കൂ, വ്യവസായ രംഗം നോക്കൂ, എവിടെ വേണമെങ്കിലും നോക്കൂ. 90% ജനങ്ങൾക്കും ഒരു പ്രാതിനിധ്യവുമില്ല. എന്നിട്ടവർ ഒരു വാദവുമായി വരും, മെറിറ്റാണത്രേ അതിന്റെ കാരണം. मतलब भयंकर तरीके से हर लेवल पे. आप कॉर्पोरेट सिस्टम देख लो, मीडिया सिस्टम देख लो, ब्यूरोक्रेसी देख लो, जुडिशरी देख लो, एजुकेशन सिस्टम देख लो, मिलिट्री देख लो, जहां भी आप देखो 90% का पार्टिसिपेशन ही नहीं है. और आर्ग्यूमेंट बनाई जाती है, मेरिट की आर्ग्यूमेंट. 90% ആളുകൾക്ക് മെറിറ്റ് ഇല്ലത്രേ. അതെങ്ങനെ സംഭവിക്കും?
രാഹുൽ തുടർന്നു. 90% പിന്നോക്കക്കാർക്ക് അവസരം കിട്ടാൻ സാധ്യതയൊരുക്കാനായിരുന്നു സംവരണം. പ്രധാനമായും സംവരണ റിക്രൂട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരുന്നു. അത് മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് നൽകി. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ സംവരണം അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന ഭരണഘടനാ സംരക്ഷണ സമ്മേളനത്തിൽ ഇതിന്റെ ഒരു ഉദാഹരണവും അദ്ദേഹം പറഞ്ഞു. 2 മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ അറസ്റ്റിലായി. ഇലക്ഷൻ പ്രചരണം നടത്താൻ ഒരാൾക്ക് ജാമ്യം കിട്ടി, മറ്റേയാൾക്ക് കിട്ടിയില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ജാമ്യം കിട്ടാത്തയാൾ ആദിവാസിയാണ്. രാഹുൽ തുടർന്നു. മായാവതി അഴിമതിക്കാരിയാണ്, പക്ഷേ നവീൻ പട്നായിക് അല്ല. ലാലു അഴിമതിക്കാരനാണ്, അല്ലെങ്കിലും പിന്നോക്കക്കാർ ഉന്നത സ്ഥാനത്തെത്തിയാൽ അവരെ ഉടനെ അഴിമതിക്കാരനാക്കും. अग्निवीर स्कीम में नुकसान किसका हुआ है, आपने कभी सोचा? सिंपल, SC, ST, OBC, गरीब जनरल क्लास. अग्निवीर सीनियर लेवल पे नहीं है, अग्निवीर जवान के लिए है और 2 तरीके के शहीद बनाए जा रहे हैं. तो जहां भी देखो 90% तो है ही नहीं. അഗ്നിവീറിനെ പറ്റി രാഹുൽ നിരന്തരം സംസാരിച്ചു. ഗ്രാമങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് പട്ടാളത്തിൽ നിയമനം ലഭിക്കുന്നവരാണ് സാധാരണ പട്ടാളക്കാർ. ഉന്നത ജാതിക്കാരിൽ നിന്നാണ് പട്ടാള ഓഫീസർമാർ. ആദ്യത്തെ വിഭാഗത്തിന് ഇനി 4 കൊല്ലം മാത്രം സർവീസ്, പെൻഷൻ ഇല്ല. രണ്ടാമത്തെ വിഭാഗത്തിന് ആജീവനാന്ത പെൻഷൻ. വീരമൃതി അടയുന്ന ആദ്യത്തെ വിഭാഗത്തിന്റെ കുടുംബത്തിന് ഒന്നുമില്ല. രണ്ടാമത്തെ വിഭാഗത്തിന്റെ കുടുംബത്തെ സർക്കാർ നോക്കും. 2 തരം രക്തസാക്ഷികൾ. മോദി നമ്മുടെ രക്തസാക്ഷികളെ പോലും വിഭജിച്ചിരിക്കുന്നു. രാജസ്ഥാനിലും ഹരിയാനയിലും നടന്ന പൊതുയോഗങ്ങളിൽ രാഹുൽ ആവർത്തിച്ച ആ വരികൾക്ക് 2 സംസ്ഥാനങ്ങളിലും മികച്ച പ്രതികരണമുണ്ടായി. അഗ്നിവീർ ആർമിയിൽ നിന്ന് വന്നതല്ല, RSSൽ നിന്ന് വന്നതാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മുമ്പ് പറഞ്ഞതാണ്. ये जो अग्निवीर योजना है, ये आर्मी के अंदर से नहीं आई, ये कहीं और से आई है, ये RSS से आई है, होम मिनिस्ट्री से आई है. RSSന്റെ പേര് ഇനി പാർലമെന്റിൽ പറയരുത്, സ്പീക്കർ രാഹുൽ ഗാന്ധിയെ ശാസിച്ചു. RSS ശാഖ പോലെ പാർലമെന്റിനെ നടത്താൻ കഴിയില്ല, രാഹുൽ തിരിച്ചടിച്ചു. പാർലമെന്റിൽ വിലക്കപ്പെട്ടെങ്കിലും ലണ്ടനിൽ നടന്ന ഒരു സംഭാഷണത്തിൽ രാഹുൽ പറഞ്ഞു, RSS ഒരു ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. അവർ ഇന്ത്യയിലെ ഒരുവിധം സ്ഥാപനങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അവരെ ഒരു രഹസ്യ സംഘം എന്ന് വിളിക്കാം. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരികയും എന്നിട്ട് അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി. അവരുടെ വിജയം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഭരണഘടന എന്നത് സാധാരണക്കാർക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് രാഹുൽ പൊതുയോഗങ്ങൾ തോറും വിശദീകരിച്ചു. ഭരണഘടന വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മിക്കവർക്കും ഭൂമി വാങ്ങാൻ അവകാശമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും പിന്നോക്കക്കാർക്കും ദളിതർക്കും സ്ത്രീകൾക്കും. ഭരണഘടനയാണ് ആ അവകാശം അവർക്ക് നൽകിയത്. ഭരണഘടന പോയാൽ ആ അവകാശം പോയി, രാഹുൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. UPയിലെ വോട്ടിംഗ് വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. പക്ഷേ പ്രാഥമികമായ വിലയിരുത്തലിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും. UPയിലെ ഗ്രാമങ്ങളിലെ ദളിതർ രാഹുൽ പറഞ്ഞത് കേട്ടു, ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തു. അതീവ ദരിദ്രരായ ജനങ്ങൾ എങ്ങനെ ഭരണഘടനാ സംരക്ഷണം ഒരു മുദ്രാവാക്യമായി എടുത്തു എന്നത് ഭാവിയിലെ ചരിത്രകാരന്മാർ വിലയിരുത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ജീനിയസ് അവർ നിർബന്ധമായും രേഖപ്പെടുത്തും. ഇന്ത്യയിലെ ഓരോ തരി മണ്ണും RSSന്റെ കാൽക്കീഴിലാണെന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിന് പിന്നാലെ ഇനി ഇന്ത്യൻ രാഷ്ട്രീയം RSSന് വിധേയപ്പെട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് കോൺഗ്രസിലടക്കം മിക്ക നേതാക്കളും തീരുമാനിച്ച കാലത്ത് രാഹുൽ ഗാന്ധി മാത്രം RSSനെ പേരെടുത്ത് വിമർശിച്ച് പാർലമെന്റിലും പുറത്തും നിരവധി പ്രസംഗങ്ങൾ നടത്തി. രാജ്യം മുഴുവൻ നടന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു. പക്ഷേ അത് മാത്രമായിരുന്നില്ല രാഹുലിന്റെ പോരാട്ടം. ക്രോണി ക്യാപിറ്റലിസവും അത് കാരണം ഇന്ത്യക്ക് വരാൻ പോകുന്ന സാമ്പത്തിക ദുരന്തവും അദ്ദേഹം മറ്റാരേക്കാളും മനസ്സിലാക്കി. പൊതുവെ വ്യവസായികളെ പേരെടുത്ത് പരാമർശിക്കാൻ മടിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കിടയിൽ അനിൽ അംബാനിയെയും അദാനിയെയും പേരെടുത്ത് തന്നെ നിരന്തരം വിമർശിച്ചു. രാഹുൽ വ്യത്യസ്തനായി. अदानी जी के आपने स्टॉक्स तो देखे होंगे, देखे हैं वो स्टॉक्स उनके, तो बड़ी इंटरेस्टिंग बात है. जनता अदानी जी को मोदी जी से डायरेक्टली कोरिलेट कर रही है. ഇന്ത്യയിലെ തുറമുഖങ്ങൾ നോക്കൂ, എയർപോർട്ടുകൾ നോക്കൂ, ഖനികൾ നോക്കൂ, റോഡുകൾ നോക്കൂ, വനങ്ങൾ നോക്കൂ, എല്ലാം മോദി അദാനിക്ക് നൽകി. ഇവിടുത്തെ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ ആസ്തികൾ മുഴുവൻ മോദി അദാനിക്ക് നൽകി, രാഹുൽ നിരന്തരം ആവർത്തിച്ചു. ഈ കഴിഞ്ഞ മാസം ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഫിനാൻഷ്യൽ ടൈംസ് പുറത്തു കൊണ്ടുവന്ന അദാനി കൽക്കരി കുംഭകോണ വാർത്ത മുഴുവൻ മാധ്യമങ്ങളും മൂടിവെച്ചിട്ടും രാഹുൽ പ്രസംഗങ്ങളിൽ അത് ഉന്നയിച്ചു. അദാനി നടത്തുന്ന അഴിമതികൾ നിങ്ങളെ നേരിട്ടാണ് ബാധിക്കുന്നത്, രാഹുൽ പറഞ്ഞു. നിങ്ങളുടെ വൈദ്യുതി ബിൽ കൂട്ടുന്നത് അദാനി കാരണമാണ്. പവർ കമ്പനികൾക്ക് ഇരട്ടി വിലയ്ക്ക് കൽക്കരി വിൽക്കാൻ അദാനിയെ മോദി സമ്മതിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വൈദ്യുതി ബിൽ കൂടുന്നത്.
എക്കണോമിയെക്കുറിച്ച് രാഹുൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പ്. ഇന്ത്യയുടെ വളർച്ച കെ ഷേപ്പിലാണെന്നും 10% മാത്രം സാമ്പത്തികമായി മുകളിലേക്ക് പോവുകയാണെന്നും 90% താഴേക്ക് പോവുകയാണെന്നും എന്നതിൻ്റെ രൂപകമാണ് കെ ഷേപ്പ്. രാജ്യത്തിന്റെ സമ്പത്ത് വളരെ ചെറിയ ഒരു ശതമാനത്തിന്റെ കയ്യിൽ കുന്നുകൂടുന്നതും ബാക്കിയുള്ളവർ മുഴുവൻ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കേണ്ടി വരുന്നതും രാജ്യത്ത് പട്ടിണി മരണങ്ങളും അരാജകത്വവും ഉണ്ടാക്കുമെന്നും അദ്ദേഹം നിരന്തരം മുന്നറിയിപ്പുകൾ നൽകി. ടാക്സ് ലളിതമാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച GST അനാവശ്യമായ സങ്കീർണതകളും പല സ്ലാബുകളുമൊക്കെയായി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പിന്നോട്ടടുപ്പിച്ചുവെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ ഒറ്റ സ്ലാബ് നടപ്പാക്കുമെന്നും സങ്കീർണതകൾ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഗുജറാത്ത് അദ്ദേഹം ഒരു ഉദാഹരണമായി കാണിച്ചു. കോടീശ്വരന്മാർ നിറഞ്ഞ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ, ഏറ്റവും കുറഞ്ഞ ദിവസക്കൂലി, ചിന്തിക്കുന്ന ആശയങ്ങൾ പങ്കിടുന്ന ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തിയതും മുന്നോട്ട് നയിച്ചതും. നെഹ്റു, അംബേദ്കർ, ആസാദ് തുടങ്ങിയവർ കേന്ദ്രത്തിലും EMS, പെരിയാർ, കാമരാജ് തുടങ്ങിയവർ സംസ്ഥാനങ്ങളിലും. ക്രമേണ രാഷ്ട്രീയത്തിൽ അടവുകളും തന്ത്രങ്ങളും മാത്രമായി. അത് ക്രമേണ അഴിമതിയും ഗുണ്ടാപ്പണിയുമൊക്കെയായി. തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതകത്തിനും സ്വന്തം സംസ്ഥാനത്ത് കടക്കുന്നത് കോടതി വിലക്കിയാൽ ആഭ്യന്തരമന്ത്രി വരെയായി. ചാക്കുകെട്ടുകളിൽ പണവുമായി MLA-മാരെ വിലക്കി വാങ്ങി മന്ത്രിസഭ ഉണ്ടാക്കുന്നവരെ പത്രക്കാർ ചാണക്യനെന്ന് വിളിക്കാൻ തുടങ്ങി. അവരുടെ ഇടയിൽ ചിന്തിക്കുന്ന ആശയങ്ങളുള്ള, ആ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ ധൈര്യവും കഴിവുമുള്ള ഒരു നേതാവ് ഉയർന്നു വരികയാണ് രാഹുൽ ഗാന്ധി. ക്രോണി ക്യാപിറ്റലിസ്റ്റുകളും RSSും ഒരു ഭാഗത്തും രാഹുൽ ഗാന്ധി മറുഭാഗത്തും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ RSSനും ഇന്ത്യക്കുമിടയിൽ ഒരു മതിൽ പോലെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി.